ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂക്ലിയർ പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ന്യൂക്ലിയർ ചാർജ് ആൻഡ് മാസ്, ആ ഒരു കാര്യം കൂടെ അതിനകത്ത് വിട്ടുപോയി. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ആൻഡ് മാസ്. അപ്പോൾ എന്താ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ്, അതുപോലെ അതിൻ്റെ മാസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിനകത്ത് നമുക്കറിയാം ആരൊക്കെയുള്ളത്, പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അതിനകത്ത് പ്രോട്ടോണിന് മാത്രമേ ചാർജ് ഉള്ളൂ. ഈ ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രലാണ്, അതിന് ചാർജ് ഇല്ല. ഓക്കെ, ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, പ്ലസ് ഇ ആണ് അല്ലേ, മാറിപ്പോരുത്. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്, മൈനസ് ഇ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രോൺ നെഗറ്റീവാണ്, പ്രോട്ടോൺ പോസിറ്റീവാണ്. രണ്ടിൻ്റെയും ചാർജ് എന്താണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തിനാണ്, എത്രയാണ്, 1.6 × 10⁻⁻19 എന്ന് പറഞ്ഞാൽ 19 കൂളം എന്ന് പറഞ്ഞാൽ ആ ചാർജാണ്. രണ്ടിനും ഉള്ളത് തന്നെയാണ്. പ്രോട്ടോണിനകത്ത് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിനകത്ത് നെഗറ്റീവ് ചാർജാണ്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സെയിം ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ എ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇൻ ആൻ ആറ്റം അല്ലേ. അതുകൊണ്ട് ഒരു ആളുടെ ചാർജ് ഇ കാണിച്ചാൽ ടോട്ടൽ ചാർജ്, ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ചാർജ് എത്ര വരും, പ്ലസ് ZE എന്ന് വരും അല്ലേ. അത്രയാണ് ചാർജ് വരും. ഒരാളുടേത് ഇ, അപ്പോൾ Z ആളുകളത് ZE ചാർജ് വരും. അതാണ് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിയസിൻ്റെ മാസ്സാണ്. ന്യൂക്ലിയർ ചാർജ് ആൻഡ് മാസ് എന്നല്ലേ. ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും, മാസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ന്യൂക്ലിയസിനകത്തുള്ളത്, അതിനകത്ത് പിന്നെ നമ്മുടെ എലമെൻറ്റിനെ നമ്മൾ സാധാരണയായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്, XAZ ഇങ്ങനെയല്ലേ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, ഒന്നുള്ളത് പ്രോട്ടോൺസ് ആണ്. എത്ര പ്രോട്ടോൺസ് ഉണ്ട്, Z പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ. എ എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ന്യൂട്രോൺസ് ഉണ്ട്, A-Z ന്യൂട്രോൺസ് ഉണ്ട് അല്ലേ. ഇതാണെന്ത്, ഇതിനകത്തുള്ള ആളുകൾ. Z പ്രോട്ടോൺസ് ഉണ്ട്, A-Z ന്യൂട്രോൺസ് ഉണ്ട്. ഇനി പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് തൽക്കാലം നമുക്ക് എങ്ങനെ കാണിക്കാം, MN എന്ന് കാണിക്കാം. പ്രോട്ടോണിൻ്റെ മാസ് MN എന്ന് കാണിക്കാം, ന്യൂട്രോണിൻ്റെ MP എന്ന് കാണിക്കാം. പ്രോട്ടോണിൻ്റെ മാസ് MP എന്ന് കാണിക്കാം, ന്യൂട്രോണിൻ്റെ മാസ് MN എന്ന് കാണിക്കാം. അങ്ങനെ കാണിച്ചാൽ മാസ് ഓഫ് XAZ അല്ലേ. ഒരു ന്യൂക്ലിയസിൻ്റെ മാസിനെ നമുക്ക് എങ്ങനെ പറയാം, Z ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് A-Z ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയാം. ഇതാണെന്ത്, ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതെ. Z പ്രോട്ടോണുകളും A-Z ന്യൂട്രോണുകളും. അപ്പോൾ ഒരു പ്രോട്ടോണിൻ്റെ മാസ് MP എന്നുവെച്ചാൽ ZMP ആയിരിക്കും ടോട്ടൽ പ്രോട്ടോണിൻ്റെ മാസ്. A-Z ഇൻറ്റു MN ആയിരിക്കും എന്ത്, ടോട്ടൽ ന്യൂട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇത്രയാണ് ZMP പ്ലസ് A-Z ഇൻറ്റു MN എന്ന് വരും. ക്ലിയർ ആണല്ലോ, അതാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മാസ് സ്പെക്ട്രോമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ. മാസ് സ്പെക്ട്രോമീറ്റർ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ മാസ് മെഷർ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് എന്താണ്, നമ്മൾ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിൻ്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസിൻ്റെ മാസിനേക്കാൾ കുറവാണെന്ന് കണ്ടെത്താൻ പറ്റും അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറയും, ഇപ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കി പോവാം അല്ലേ. അതായത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയാം. ഇപ്പോൾ ഹീലിയം-24 എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ്, ഇതിനകത്ത് എന്തൊക്കെയുള്ളത്, ഇതിനകത്ത് 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഹീലിയത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു 2 പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ ഇൻറ്റു 2 ആണ്. ഇതാണ് ശരിക്കും ഹീലിയത്തിൻ്റെ മാസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഹീലിയം ഉണ്ടായിട്ടുള്ള എന്താണ്, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും വെച്ചിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ഒരു ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസ് മെഷർ ചെയ്താൽ ഇത്രയും വരില്ല അല്ലേ, ഇത്രയും വരില്ല. യഥാർത്ഥത്തിലുള്ള മാസ് ഇതിനേക്കാളും കുറവാണ് അല്ലേ. അപ്പോൾ ബാക്കി മാസ് എവിടെ പോയി, അത്തരത്തിൽ ആ നഷ്ടപ്പെടുന്ന മാസിന് നമ്മൾ പറയുന്ന പേരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ, മാസ് ഡിഫക്റ്റ് എന്ന് പറയും. എന്താ പറയുക, മാസ് ഡിഫക്റ്റ്. അതിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വരാം. ശരിക്കും അവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, കുറച്ച് മാസ് എടുത്തിട്ട് അത് എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് അവരെ പരസ്പരം ഒട്ടിച്ച് വെക്കാൻ, ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ബൈൻഡിങ് എനർജി എന്ന് പറയും അല്ലേ. ആ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എനർജി റിക്വയർഡ് ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ടു ഫോം എ ന്യൂക്ലിയസ്. ന്യൂക്ലിയോൺസിനെ
തമ്മിൽ ഇപ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും എല്ലാം കൂടെ കൂടിച്ചേർത്ത് എന്താ പറയുക ഒട്ടിച്ചെടുക്കാൻ വേണ്ടുന്ന എനർജിയാണ് നമ്മൾ പറയുക ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അവിടെ ബൈൻഡ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടുന്ന എനർജി. അതിനുവേണ്ടി കുറച്ച് എനർജി ഉപയോഗിച്ചത് കൊണ്ട് കുറച്ച് മാസ് അവിടെ നഷ്ടപ്പെട്ടു പോകും അല്ലേ. അതിനാണ് മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ആക്ച്വൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ലെസ് ദാൻ ദ മാസ് ഓഫ് കമ്പൈൻഡ് ന്യൂക്ലിയോൺസ് എന്ന് പറയാം അല്ലേ. ആ ഒരു കൺസെപ്റ്റ് അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ പറഞ്ഞ ന്യൂക്ലിയോൺസ് തമ്മിൽ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്, അവർ തമ്മിൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ്. ഏത് ഫോഴ്സാണ്? ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഏതൊക്കെ ഉണ്ട് ഫോഴ്സ്? 4 തരം ഫോഴ്സ് ഉണ്ട്. ഒന്ന് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ, ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്. 2 പിന്നെ എന്താ പറയുക ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. 3 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഗ്രാവിറ്റി നിങ്ങൾ കേട്ടില്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അതുപോലെ 4മത്തായിട്ട് വീക്ക് ഫോഴ്സ് ഉണ്ട്. ഇങ്ങനെ 4 ഫോഴ്സാണ് പ്രധാനമായിട്ടും നേച്ചറിലുള്ളത്. 4 ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റി, വീക്ക് ഫോഴ്സ്. ഇങ്ങനെ 4 ഫോഴ്സാണുള്ളത്. ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എന്നാൽ ഏറ്റവും റേഞ്ച് കുറഞ്ഞ ഫോഴ്സ് ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ എന്താ സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൺസ് തമ്മിൽ ബൈൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അത് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം സ്ട്രോങ് ആണത്. കാരണം നമുക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് എന്ന് പറയാം. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, പോസിറ്റീവുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് തമ്മിൽ റിപ്പൽ ചെയ്യും എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് നമ്മൾ നിൽക്കുന്ന എന്താണ്? പ്രോട്ടോൺസ് ആണ് അല്ലേ, അതുപോലെ ന്യൂട്രോൺസ് ആണ് അല്ലേ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സോഡിയം എടുത്തു കഴിഞ്ഞാൽ 11 പ്രോട്ടോൺ ഉണ്ട്, 12 ന്യൂട്രോൺ ഉണ്ട് അല്ലേ. ഈ 11 പ്രോട്ടോൺ എവിടെയാണ് നിൽക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. അവരൊക്കെ പോസിറ്റീവ് ചാർജാണ്. എന്നിട്ടും അവർ തമ്മിൽ എന്തില്ല? കൂളംബിക് റിപ്പൾഷൻ ഇല്ല. അതില്ലാതെ അവിടെ നിലനിർത്തുന്ന ഫോഴ്സ് എന്താണ്? സ്ട്രോങ് ഫോഴ്സ് ആണ്. അപ്പോൾ കൂളം ഫോഴ്സിനേക്കാളൊക്കെ എത്രയോ വലുതാണെന്ത്? സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്ട്രോങ് ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്, പേര് പോലെ തന്നെ ആണെന്ന് പറയുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ഇനി ഈ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും അല്ലേ. സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അതിനകത്ത് സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സ്ട്രോങ് ഫോഴ്സിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രോങ് ഫോഴ്സ്? ഒന്നാമതിൽ പറയുന്നത് എന്താണ്? സാച്ചുറേഷൻ പ്രോപ്പർട്ടി. എന്താണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓരോ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോണോ അല്ലെങ്കിൽ പ്രോട്ടോണോ, ഓരോ ന്യൂക്ലിയോൺസും ഇൻട്രാക്ട്സ് ഓൺലി വിത്ത് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇറ്റ്സ് നിയറസ്റ്റ് നൈബേഴ്സ്. തൊട്ട് ചുറ്റും നിൽക്കുന്ന ന്യൂട്രോണുകളുമായിട്ടോ പ്രോട്ടോണുകളുമായിട്ടോ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ. അതൊരു പിന്നെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ റേഞ്ച് വളരെ കുറവാണ്. ഉദാഹരണത്തിന് എർത്തും മാസും തമ്മിൽ എന്തുണ്ട്? എർത്തും മാസ് MARS മാസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്. എർത്തും മൂന്നും തമ്മിൽ എന്തുണ്ട്? ഒരു അട്രാക്ഷൻ ഉണ്ട്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതിനൊരു റേഞ്ചും ഇല്ല. എർത്ത് എത്ര ദൂരെയായി കഴിഞ്ഞാലും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ന്യൂക്ലിയർ ഫോഴ്സ് അങ്ങനെയല്ല. ന്യൂക്ലിയോൺസ് പരസ്പരം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് സ്ട്രോങ് ഫോഴ്സുമാണ്. ഇനി അവരുടെ സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഈ സ്ട്രോങ് ഫോഴ്സ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ അല്ലേ. ഒരാളും അയാളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളും തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ തമ്മിൽ എന്തുണ്ടാവില്ല? സ്ട്രോങ് ഫോഴ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. രണ്ടാമത്തത്, ഈ ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ്? ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് പ്രോട്ടോണും തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്, പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്. അതുപോലെ പിന്നെയോ ന്യൂട്രോണും തമ്മിലും സ്ട്രോങ് ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 11 പ്രോട്ടോണും 12 ന്യൂട്രോണും പരസ്പരം എല്ലാ രീതിയിലും എന്തുണ്ട്? സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്. ഇത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രോട്ടോൺ ആണോ ന്യൂട്രോൺ ആണോ, അല്ല പ്രോട്ടോണുകൾ തമ്മിലാണോ അതോ ന്യൂട്രോണുകൾ തമ്മിലാണോ എന്നുള്ളതൊന്നും അവിടെ പ്രശ്നമല്ല. അവരൊക്കെ തമ്മിൽ ഒരുപോലെ ഇൻട്രാക്ട് ചെയ്യും. അതാണ് ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചാർജ് ദേ വിൽ അട്രാക്ട്. അതാണ് ചാർജിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ അല്ലേ. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണെന്നുള്ളതാണ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് റേഞ്ച് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഹാവ് ദ ഷോർട്ടസ്റ്റ് റേഞ്ച് അല്ലേ.
റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ സൂര്യനും ഭൂമിയും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് അല്ലേ, അത് എത്ര ഇപ്പോൾ പ്ലൂട്ടോയും അതുപോലെ സണ്ണും തമ്മിൽ എന്തുണ്ട് അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ പ്ലൂട്ടോയും എർത്തും തമ്മിൽ അട്രാക്ഷൻ ഉണ്ട്. ആ ദൂരം അവിടെ ഒരു പ്രശ്നമല്ല, എത്ര വലിയ റേഞ്ചിലും എന്തുണ്ട് ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് അല്ലേ, അതാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ വേറൊരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനും എന്താണ് റേഞ്ച് വളരെ കൂടുതലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജ് പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സാണ്, അതിനും അത്യാവശ്യം റേഞ്ച് ഉണ്ട്. എന്നാൽ ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ വളരെ അടുത്തടുത്ത പാർട്ടിക്കിൾ തമ്മിൽ മാത്രമേ ഇൻട്രാക്ഷൻ സംഭവിക്കുള്ളൂ, സ്ട്രോങ് ഇൻട്രാക്ഷൻ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1.2 ഫെർമി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇതിൻ്റെ അപ്പുറത്ത് കിടന്നാൽ രണ്ട് പ്രോട്ടോൺ തമ്മിൽ എന്താവും റിപ്പൾഷൻ ആവും. ഒരു ന്യൂക്ലിയസിൻ്റെ റേഞ്ച്, ന്യൂക്ലിയസിൻ്റെ സൈസ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് പ്രോട്ടോൺ തമ്മിൽ റിപ്പൾഷൻ ആവും, കൂളംബിക് റിപ്പൾഷൻ ആവും. അതേസമയം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എന്താണ്, അവർ ഭയങ്കര സ്ട്രോങ് ഫോഴ്സിൽ അട്രാക്ട് ചെയ്ത് കിടക്കുകയാണ്. അതാണ് ഷോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ. അതാണ് 4ാമത്തെ പ്രോപ്പർട്ടി. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സസ് ആർ സ്പിൻ ഡിപ്പെൻഡൻറ്റ് അല്ലേ. എന്താണ്? സ്പിന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. The nuclear force keeping two nucleons bound together depends on whether the spins of the nucleons are parallel or anti-parallel. സ്പിന്ന് പാരലൽ ആണോ ആൻറ്റി പാരലൽ ആണോ എന്നുള്ളതിനനുസരിച്ചാണ് എന്ത് അവർ തമ്മിലുള്ള ആ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല, ജസ്റ്റ് സ്പിൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. പാരലൽ ആണോ ആൻറ്റി പാരലൽ ആണോ അതിനനുസരിച്ച് അവരുടെ ഫോഴ്സിൽ മാറ്റം ഉണ്ടാവുമെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അതാണ്. ഇനി 6ാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് ഫോഴ്സ്. എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് ഒരു എക്സ്ചേഞ്ച് ഫോഴ്സ് ആണെന്ന് പറഞ്ഞത് അല്ലേ. എന്താണ് ഈ എക്സ്ചേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഫോഴ്സ്, ആ ഫോഴ്സ് രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ നടത്തുമ്പോൾ ആ പാർട്ടിക്കിൾ തമ്മിൽ എന്തെങ്കിലും ഒരു വേറെ പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് ഫോഴ്സ്. ഒന്നുകൂടെ പറയാം. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാർട്ടിക്കിളിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനാണ് എക്സ്ചേഞ്ച് ഫോഴ്സ് എന്ന് പറയാം. അതെല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഗ്രാവിറ്റിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ ഗ്രാവിറ്റോൺസ് ആണ്. ഓക്കെ, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഇപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ വേറെ ചാർജ് പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുക, അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതാണ്? ഫോട്ടോൺസ് ആണ് അല്ലേ. അതുപോലെ വീക്ക് ഫോഴ്സിലാണ് ചില എന്താണ്, അത് ഗ്ലൂവോൺസ് ആണ്. അതുപോലെ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്, ഒരു എക്സ്ചേഞ്ച് ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രോങ് ഫോഴ്സിനകത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, മിസോൺസ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾസിനെ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. മിസോൺസ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. എന്നിരുന്നാലും മിസോൺസ് 3 തരമുണ്ട്, π+, അതുപോലെ π0, പിന്നെ π- അല്ലേ. മിസോൺസ് എന്ന് പറഞ്ഞവരാണ്, പയോൺസ് എന്നും പറയും വരെ അല്ലേ. അപ്പോൾ ഒരു പ്രോട്ടോണും വേറൊരു പ്രോട്ടോണും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അതിനകത്ത് തന്നെ ന്യൂട്രോൺ ഇൻട്രാക്ഷനിലും പ്രോട്ടോൺ ഇൻട്രാക്ഷനിലും അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് π0 പാർട്ടിക്കിൾസിനെയാണ് അല്ലേ. ന്യൂട്രോണും തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രോട്ടോണും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യുമ്പോൾ, സ്ട്രോങ് ഫോഴ്സ് വഴി അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന എന്താണ്, ന്യൂട്രൽ പയോൺസ് ആണ്. അതേസമയം പ്രോട്ടോൺ ഇൻട്രാക്ഷൻ നടക്കുന്നത് എന്ത് വഴിയാണ്, π+ അല്ലെങ്കിൽ π- എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ട് ആളുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വേറെ എന്തോ ഒരു പാർട്ടിക്കിൾ തമ്മിൽ പരസ്പരം കൈമാറുന്നുണ്ടെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നവരാണ് എക്സ്ചേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് അത്തരത്തിലൊരു എക്സ്ചേഞ്ച് ഫോഴ്സാണ്. അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആരെയാണ്, പയോൺസിനെയാണ് അല്ലെങ്കിൽ മിസോൺസിനെയാണ്. മെസോൺസ് എന്ന് പറയും. അവർ എത്ര പേരുണ്ട്, 3 പേരുണ്ട്. π+ ഉണ്ട്, π0 ഉണ്ട്, π- ഉണ്ട് അല്ലെ. അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണാണ് സ്ട്രോങ് ഫോഴ്സ് എങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ π0 ആണ്. അല്ല, പ്രോട്ടോണും അല്ലെങ്കിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് π+, π- ആവാം എന്നുള്ളതാണ് ഇത്. അപ്പോൾ അത്രയാണ് ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയർ മാസ്, അതുപോലെ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ്. പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് അത്രയേ ഉള്ളൂ കേട്ടോ. ന്യൂക്ലിയർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണെന്ത്, സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ കൺസെപ്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കൺസെപ്റ്റാണ് കേട്ടോ. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയസും ഒന്നല്ല സ്റ്റേബിൾ അല്ല. അവരിങ്ങനെ സ്റ്റേബിളായിട്ട്, ഇപ്പോൾ നമ്മൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെങ്ങനെ വെച്ചോ അതേപോലെ നിൽക്കുക. എല്ലാ ന്യൂക്ലിയസും ഒന്നല്ല സ്റ്റേബിൾ അല്ല അല്ലേ.
ചില ന്യൂക്ലിയസ് എന്ത് ചെയ്യും, അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ഥിരതയില്ല. അവരിങ്ങനെ എന്ത് ചെയ്യും, ഡീകേ ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിളാവും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ അയാൾ മാറിയിട്ടുണ്ടാവും. അതിനാണ് അൺസ്റ്റേബിൾ എന്ന് പറയുക, അല്ലേ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് ആളുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ഹീലിയം 2 4, അല്ലേ, ലിഥിയം 3 6, അല്ലേ, പിന്നെ ആരുള്ളത് LiBe, പിന്നെ കാർബൺ 6 12, നൈട്രജൻ 7 14. ഇവരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ n=z ആണ്, അല്ലേ? z എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസിന് ഈക്വലാണ്, അല്ലെങ്കിൽ എന്താണ് A-z ഈക്വലാണ്, അല്ലേ? അതിനകത്ത് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്, സെയിം ആണ്, അല്ലേ, തുല്യമാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, സെഡും അതുപോലെ ന്യൂട്രോൺ നമ്പറും തമ്മിലൊരു ഗ്രാഫ് വരക്കാമെന്ന് കരുതുക, അല്ലേ? ഇങ്ങനെ വരക്കാമെന്ന് കരുതുക. ഇവിടെ എന്താണ് ഇവിടെ എന്താണ് z എന്ന് പറഞ്ഞാൽ എന്താണ്, ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇവിടെ എന്താണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇത് തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ n=z എന്ന് പറയുന്ന ഗ്രാഫ് എങ്ങനെയാണ്, ഇങ്ങനെയാണ്, അല്ലേ? ഈ ലൈൻ്റെ അർത്ഥം എന്താണ്, എല്ലാ പോയിന്റിലും n-ഉം z-ഉം ഈക്വൽ എന്നാണ് അർത്ഥം, അല്ലേ? n=z ഗ്രാഫ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൈട്രജൻ 7 14, പിന്നെ അടുത്ത ആളാരാണ്, ഓക്സിജൻ ഉണ്ട് 8 16 ഉണ്ട്, അല്ലേ? പിന്നെ വേറെ ആരാളുള്ളത്, നിയോൺ ഉണ്ട്. ഞാൻ സ്കിപ്പ് ചെയ്ത് പറയുന്നുണ്ട് 10 20 അങ്ങനെയുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഹീലിയത്തിനകത്ത് 2 പ്രോട്ടോണ് 4-2 2 ന്യൂട്രോണ്, ലിഥിയത്തിനകത്ത് 3 പ്രോട്ടോണ് 3 ന്യൂട്രോണ്, കാർബണിനകത്ത് 6 പ്രോട്ടോണ് 12-6 6 ന്യൂട്രോണ്, 7 പ്രോട്ടോണ് 7 ന്യൂട്രോണ്, 8 പ്രോട്ടോണ് 8 ന്യൂട്രോണ്, 10 പ്രോട്ടോണ് 10 ന്യൂട്രോണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. സെഡിൻ്റെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10, ഇവിടെ 0, അല്ലേ? 10 20 30 40 അങ്ങനെ കൊണ്ടുപോകാം, അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 10 20 30 40 അങ്ങനെ വിലക്കുക, അല്ലേ? അപ്പോൾ ശരിക്ക് ഇതുവരെയുള്ള ആളുകൾ എവിടെ എത്തി, നിയോൺ എന്ന് പറയുന്നത് എവിടെയാണ്, നിയോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്, അല്ലേ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 10 പ്രോട്ടോണ് 10 ന്യൂട്രോണ്. അപ്പോൾ നിയോൺ എവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ 8 അല്ലേ, ഇവിടെ ഉണ്ടാവും, അല്ലേ? ഇവിടെ ഉണ്ടാവും 8 പ്രോട്ടോൺ 8 ന്യൂട്രോൺ, ഇങ്ങനെയാണ് വരുന്നത്, അല്ലേ? ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളാരാണ്, 11ാമത്തെ ആളാരാ, സോഡിയമാണ്. അത് എത്രയാണ്, 11 22 അല്ല 23 അല്ലേ? സോഡിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 11 23 എന്ന് പറഞ്ഞാൽ 11ാമത്തെ ആൾ സോഡിയം എന്ന് പറയുമ്പോൾ ഇവിടെ വരും, പക്ഷേ ഇതെന്താവും 12 ആവും, അല്ലേ? ഇങ്ങനെയാണ് സോഡിയം വരിക, അല്ലേ? എന്ന് പറഞ്ഞാൽ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും വരുന്നുണ്ട് സോഡിയത്തിനകത്ത്. ന്യൂട്രോണിൻ്റെ എണ്ണം കൂടി, അല്ലേ? ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കുന്നിടത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് വളരെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ, സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഏകദേശം എത്ര ഉണ്ട്, 117 എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് 92 നാച്ചുറൽ, നമുക്ക് എന്തായാലും 92 കൂട്ടാം. അപ്പോൾ അവരകത്ത് നമ്മൾ ഓരോ എലമെൻറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും കിട്ടും, അല്ലേ? പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും, അല്ലേ? അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വരെ, ആറ്റോമിക് നമ്പർ 10 വരെ, മാസ് നമ്പർ 20 വരെ, ആറ്റോമിക് നമ്പർ 10 വരെ, മാസ് നമ്പർ 20 വരെ അവരുടെ n-ഉം z-ഉം ഈക്വലാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈക്വലാണ്, അല്ലേ? എന്നാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കൂടുന്നതായിട്ട് കാണാം. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ വളരെ സിമ്പിളായിട്ടുള്ള കാരണമേ ഉള്ളൂ. ഇതിനകത്ത് കൂളംബിക് റിപ്പൾഷൻ പതുക്കെ വരാൻ തുടങ്ങും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ആർക്ക്, നമ്മുടെ ഈ ന്യൂക്ലിയർ ഫോഴ്സിന്, അല്ലേ? ന്യൂട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ തമ്മിൽ എന്താണ്, സ്ട്രോങ് ഫോഴ്സിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് നിൽക്കുകയാണ്. സാച്ചുറേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവർ തൊട്ടടുത്ത ആളുകളുമായിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുള്ളൂ. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിപ്പോൾ നിയോൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഉണ്ട്, അല്ലേ? എന്നാൽ ഈ 10 പ്രോട്ടോണൊന്നും കുഴപ്പമില്ല. പക്ഷേ 11ാമത്തെ ഒരു പ്രോട്ടോൺ വരുമ്പോൾ ഒരാൾ നിൽക്കുന്നു, അയാൾക്ക് ചുറ്റും എന്തുണ്ട്, വേറെയും കുറേ പ്രോട്ടോൺസ് ഉണ്ട്. 11ാമതൊരു പ്രോട്ടോൺ വരുമ്പോൾ ഇപ്പം ഇങ്ങനെ പറയാം,
ഇവരിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ഒരു ന്യൂക്ലിയസിനകത്ത് ഇങ്ങനെ പ്രോട്ടോൺസ് നിൽക്കുന്നു അല്ലേ. ഇപ്പോൾ ഇതാണെന്ത് നടുവിൽ നിൽക്കുന്ന ആൾ, ഇതൊക്കെ എന്താണ് അയാളുടെ നൈബേഴ്സാണ്. ഇവരൊക്കെ തമ്മിൽ എന്താണ് സ്ട്രോങ് ഫോഴ്സ് വഴി അട്രാക്ഷനാണ്. എന്നാൽ ഇവിടെ ഇനി വേറൊരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു വേറെ പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഈ പ്രോട്ടോണും തമ്മിൽ കുറച്ച് അകലുണ്ട്. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യാൻ തുടങ്ങും, കൂളംബിക് റിപ്പൾഷൻ. അതുപോലെ കുറച്ച് അകലത്ത് നിൽക്കുന്ന ഇവർ തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. അങ്ങനെ പുറത്ത് നിൽക്കുന്ന നൈബറിങ് അല്ലാത്ത അകന്ന് നിൽക്കുന്ന പ്രോട്ടോണുകൾ പരസ്പരം എങ്ങനെ റിപ്പൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. അവരെ ബൈൻഡ് ചെയ്ത് നിർത്തിയേക്കാണ്, ബൈൻഡിങ് എനർജി വഴി അവരെ ബൈൻഡ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണ്. അതിന് എതിരായിട്ടൊരു ഫോഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. എന്തായപ്പോൾ, സോഡിയം ആയപ്പോൾ അല്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ കണക്കൂട്ടിയാൽ മതി. കുറേ പേര് നിന്ന് തല്ലുകൂടുന്നു. അപ്പോൾ തല്ലുകൂടാൻ നമ്മളെന്താ ചെയ്യുക, തല്ലുകൂടുമ്പോൾ നമ്മളിടയിൽ കയറിന്നിട്ട് പിരിച്ചും അല്ലേ, ആ അടി പിരിക്കും അല്ലേ, അതല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ പ്രോട്ടോൺ 11 ആയപ്പോൾ എന്തായി, പരസ്പരം ചെറിയൊരു റിപ്പൾഷൻ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഇടയിൽ കയറി നിൽക്കുന്ന ആളാണ് ന്യൂട്രോൺ. അതുകൊണ്ട് 11 പ്രോട്ടോണിൽ ഒരാൾ എക്സ്ട്രാ നിന്ന് കൊടുത്തു, 12 ന്യൂട്രോണായി. അങ്ങനെ എക്സ്ട്രാ നിന്ന് കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്യും, ആ അടി അങ്ങനെ ഒതുക്കും അല്ലേ. ഈ കൂളംബിക് ഫോഴ്സ് ഇങ്ങനെ വരുന്നതിനാണ് ശരിക്കും ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയാം അല്ലേ. അല്ലാത്തവരൊക്കെ സ്റ്റേബിളാണ്. അപ്പോൾ നിയോൺ ഭയങ്കര സ്റ്റേബിളാണ്. കാരണം എന്താ, നിയോണൊരു എന്താ പറയുക, നമ്മുടെ ഐഡിയൽ ഗ്യാസിൽ പെട്ട ആളാണ് അല്ലേ. ഉത്കൃഷ്ടവാദങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലേ, അതിൽ പെട്ട ആളാണ് അല്ലേ. അവർക്ക് ഭയങ്കര ഒക്റ്റൊക്കെ ഫില്ല് ആയതുകൊണ്ട് ഭയങ്കര സ്റ്റേബിളാണ് അല്ലേ. അപ്പോൾ നിയോൺ ഭയങ്കര സ്റ്റേബിളാണ്, എക്സ്ട്രാ സ്റ്റേബിളാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്ക് എന്ത് ചെയ്യും, കൂളംബിക് റിപ്പൾഷൻ പതുക്കെ ഇങ്ങനെ തലപൊക്കാൻ തുടങ്ങും അല്ലേ. പരസ്പരം ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും, വലിയ കൂട്ടുകുടുംബം പോലെ. ഫസ്റ്റിലൊന്നും കുഴപ്പമുണ്ടാവില്ല, എണ്ണം കൂടിയതിനനുസരിച്ച് എന്ത് ചെയ്യും, ചെറിയ കച്ചറകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അതുപോലെയാണ് അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ, ഈ ഗ്രാഫ് ഇപ്പോൾ ശരിക്കും ഈ വര എന്താ കാണിക്കണേ, n=z എന്ന് പറഞ്ഞ ലൈനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 10 കഴിയുന്നതോടുകൂടി ഇതിങ്ങനെ പതുക്കെ ഒറിജിനൽ ഗ്രാഫ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇങ്ങനെ തിരിയാൻ തുടങ്ങും അല്ലേ, ഇങ്ങോട്ട് ഇങ്ങനെ തിരിയാൻ തുടങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ ഈ ഒരു പോയിന്റിലൊക്കെ എന്താണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ അവിടെ ഇതിൻ്റെ എന്തായി 40 ആയി ന്യൂട്രോണിൻ്റെ എണ്ണം അല്ലേ. പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ നല്ല വ്യത്യാസം ഉണ്ടായി. അതായത് നമ്മൾ ആറ്റോമിക് നമ്പർ 10 അല്ലെങ്കിൽ മാസ് നമ്പർ 20 കഴിയുന്നിടത്തോളം ന്യൂട്രോണിൻ്റെ എണ്ണം കൂടി വരും. ന്യൂട്രോണിൻ്റെ എണ്ണം കൂടി പറഞ്ഞാൽ ന്യൂട്രോൺ ആക്സിസിലേക്ക് ഇങ്ങനെ വരിക. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ എലിമെൻസിനെ പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന കർവ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെബിലിറ്റി കർവ്. എന്താ പറയുക, സ്റ്റെബിലിറ്റി കർവ് അല്ലേ. ഇനി ഇങ്ങനെ എണ്ണം കൂടി വരാൻ ഇതാണ്. ഇപ്പോൾ വേറെ ഇപ്പോൾ നമുക്ക് അയണൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അയൺ എടുത്തു കഴിഞ്ഞാൽ Fe26 56 ഒക്കെ എന്ന് തോന്നുന്നു അല്ലേ. 26 എത്രയാണ്, 52ആണ്. 52 കഴിഞ്ഞിട്ട് 56 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 4 ന്യൂട്രോൺസ് അവിടെ എന്താണ് എക്സ്ട്രാ ആണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, ഈ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ന്യൂട്രോണിനെ ഇങ്ങനെ എക്സ്ട്രാ ഇട്ട് കൊടുക്കും. അങ്ങനെ അവർ തമ്മിൽ അടി പിരിച്ച് ഇങ്ങനെ നടക്കും. അതായത് 2 പേര് തമ്മിൽ റിപ്പൾഷൻ ഇല്ലായിരിക്കാൻ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്ത് ചെയ്യും, ഒരു ന്യൂട്രോൺ കയറി നിന്നിട്ട് ആ കച്ചറയൊക്കെ പിരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഇനി അങ്ങനെ ന്യൂട്രോണിന് ഇട്ട് കൊടുത്ത് വേറെ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് അടി പിരിക്കുന്നതിന്, അല്ലെങ്കിൽ ന്യൂട്രോണുകളെ ഇട്ട് വെച്ച് കൊടുത്തുകൊണ്ട് ഈ കൂളംബിക് റിപ്പൾഷൻ ഒഴിവാക്കുന്നതിന് ഒരു പരിധി ഉണ്ട്, ഒരു പരമാവധി ഉണ്ട്. എന്തിനൊരു പരിധിയില്ലേ, ആ പരിധി എന്ന് പറയുന്ന ആളാണ് ആര്, ബിസ്മത്ത് എന്ന് പറയുന്നത്. ബിസ്മത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 83 ആണ്. മാസ് നമ്പർ എത്രയാണ്, 209 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 83 എത്രയാണ്, 6 8 16 166 അല്ലേ. 209 166 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 9 6 കുറച്ചാൽ 3 10 കുറച്ചാൽ 4 അല്ലേ. 43 ന്യൂട്രോൺ അവിടെ എക്സ്ട്രാ ആണ്. അപ്പോൾ ബിസ്മത്താണ് ഏറ്റവും പ്രോട്ടോൺ നമ്പറും മാസ് നമ്പറും കൂടിയ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഹയസ്റ്റ് സ്റ്റേബിൾ എലമെൻ്റ് ഏതാണ്, ബിസ്മത്താണ്. മാസ് നമ്പർ 209, ആറ്റോമിക് നമ്പർ 83 അല്ലേ. അയാൾക്കകത്ത് എന്താണ് 83 പ്രോട്ടോൺ ആണെങ്കിൽ അവിടെ എന്താണ് 83 43 എത്രയാണ്, 6 8 4 12 126. 83 പ്രോട്ടോണിന് 126 ന്യൂട്രോൺസ് ഉണ്ട്. ഈ 83 ആൾക്കാരുടെ ഇടയിൽ ഇവരൊക്കെ അങ്ങനെ കയറിയിട്ട് അടി പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഹയസ്റ്റ് സ്റ്റേബിൾ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ബിസ്മത്ത് കഴിഞ്ഞിട്ട് ഈ 83 എന്നുള്ളത് 84 ആവുകയോ 209 എന്നുള്ളത് 210 ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ 83 ജസ്റ്റ് മേലേക്ക് 84 അല്ലേ. ഒരു പ്രോട്ടോൺ കൂടി കഴിഞ്ഞാൽ പിന്നെ ആ റിപ്പൾഷൻ അവിടെ പിടിച്ചിക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ വെച്ചിട്ട് അടി പിരിക്കണ പോലെയാണ്. ഒരു ചെറിയ അടിയൊക്കെ നമുക്ക് പിരിച്ചു വിടാം, വലിയ അടിയാണെന്ന് വെച്ചാൽ പിരിച്ചു വിടാൻ കഴിയില്ല അല്ലേ. അപ്പോൾ അവർ കൂട്ടത്തല്ലാവും. അതേപോലെയാണ് ഇവിടെ സംഭവിക്കുക.
ബിസ്മത്ത് 83209 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ പ്രോട്ടോണും കൂടെ ഏറെ വന്നു കഴിഞ്ഞാൽ ആ പ്രോട്ടോണുകൾ തമ്മിൽ ഭയങ്കര റിപ്പൾഷൻ വരും. അങ്ങനെ ആറ്റം സ്റ്റേബിൾ അല്ലാതായങ്ങാണ്ട് അവർ സ്റ്റേബിൾ ആക്കാനുള്ള വഴി നോക്കും അല്ലേ. ഇതിനാണ് സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിട്ട് അങ്ങനെ നിൽക്കുക. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കൂളംബിക് റിപ്പൾഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, അവർ സ്റ്റേബിൾ ആവാനുള്ള വഴികൾ നോക്കും അല്ലേ. അതിപ്പോൾ ഇങ്ങനെ തിരിച്ചും പറയാം. ഒരു കപ്പലിൽ ഒരു 100 ആൾ കൊള്ളുന്ന കപ്പലാന്ന് കരുതുക, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 83 ആളെ കൊള്ളുന്ന കപ്പലാന്ന് കരുതുക. അതിനകത്ത് 84ാമത് ഒരാൾ വന്നാൽ എന്താ ചെയ്യുക, നമ്മൾ ഒരാളെടുത്ത് പുറത്തേക്ക് ഇടണം. അതുതന്നെയാണ് നമ്മുടെ ന്യൂക്ലിയസും ചെയ്യാൻ പോകുന്നത്. എന്തു ചെയ്യും, അവരിങ്ങനെ ഓരോ ആൾക്കാരെടുത്ത് പുറത്തേക്ക് ഇടാൻ തുടങ്ങും. ആ ആളുകളുടെ പേരാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇതിനാണ് ആൽഫ ഡി കെ എന്ന് പറയുക, ഇതിനാണ് ബീറ്റ ഡി കെ എന്ന് പറയുക, ഇതിനാണ് ഗാമ ഡി കെ എന്ന് പറയുക. അത്തരത്തിൽ 3 ഡി കെ പ്രോസസ്സ് ഉണ്ട്. എന്തിനാണ് ഡി കെ പ്രോസസ്സ് നടത്തുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ന്യൂക്ലിയർ എലമെൻസിനകത്ത് ബിസ്മത്താണ് ഏറ്റവും ഹയസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്. അതിലേറെ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ റിപ്പൾഷൻ ഉണ്ടാകാൻ തുടങ്ങും, കൂളംബിക് റിപ്പൾഷൻ ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ അവരെന്ത് ചെയ്യും, അൺസ്റ്റേബിൾ ആവും. അങ്ങനെ സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടി, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഓരോ പാർട്ടിക്കിൾസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ന്യൂക്ലിയർ ഡി കെ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന് പറയുന്നത്. അത്തരത്തിൽ റേഡിയോ ആക്റ്റീവ് ഡി കെ നടത്താൻ 3 മാർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് ആൽഫ ഡി കെ, മറ്റൊന്ന് ബീറ്റ ഡി കെ, മറ്റൊന്ന് ഗാമ ഡി കെ അല്ലേ. അതെന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി കർവ് എന്നുള്ളതും അതുപോലെ എന്താണ് ഇവിടെ സംഭവിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ അല്ലേ. മനസ്സിലായി. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ വേറെ പറയാം. ഈ ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഫെർമിയോൺസ് എന്ന് പറഞ്ഞൊരു ഗണത്തിൽ പെടുന്നവരാണ്. പാർട്ടിക്കിൾസ് നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫെർമിയോൺസ് ഉണ്ട്, പിന്നെ ബോസോൺസ് ഒക്കെ ഉണ്ട് അല്ലേ. ഫെർമിയോൺസും എന്തുണ്ട്, ബോസോൺസും ഉണ്ട്. എന്താ ഫെർമിയോൺസിൻ്റെ പ്രത്യേകത? അവരുടെ സ്പിന്ന്, നമ്മൾ ഇന്നലെ പറഞ്ഞ സ്പിന്നില്ലേ, അത് എത്രയായിരിക്കും? ഹാഫ് ആവാം, ഹാഫ് എച്ച് ക്രോസ് ആവാം, അല്ലെങ്കിൽ 3/2 എച്ച് ക്രോസ് ആവാം, അല്ലെങ്കിൽ 5/2 എച്ച് ക്രോസ് ആവാം. അങ്ങനെ ഫ്രാക്ഷണൽ സ്പിന്നുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്താ പറയുക, ഫെർമിയോൺസ് എന്ന് പറയാം. എന്നാൽ ബോസോൺസിൻ്റെ കേസിൽ എന്തായിരിക്കും? സ്പിന്ന് 0 എച്ച് ക്രോസ്, അല്ലെങ്കിൽ 1 എച്ച് ക്രോസ്, അല്ലെങ്കിൽ 2 എച്ച് ക്രോസ്, 3 എച്ച് ക്രോസ്, അങ്ങനെ വരാം. അത്തരം പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബോസോൺസ് എന്ന് പറയുക. ഫെർമിയോൺസ് ഉണ്ട്, ബോസോൺസ് ഉണ്ട്. ഫെർമിയോൺസിന് എന്താണ്? ഹാഫ് ഇൻ്റഗ്രൽ സ്പിൻസ് ആണ്. 1/2, 3/2, 5/2, 7/2 അങ്ങനെ പോകും. എന്നാൽ ബോസോൺസിന് അവിടെ സ്പിൻ എന്താണ്? 0, 1 എച്ച് ക്രോസ്, 2 എച്ച് ക്രോസ്, 3 എച്ച് ക്രോസ്, 1 2 3 4 അങ്ങനെ വരും. 0 1 2 3 4 അങ്ങനെ വരും അല്ലേ. അവരെ നമ്മൾ ബോസോൺസ് പറയും. ഇനി ഇതിൽ ആരാണ്? നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ, ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണൊക്കെ എന്താണ്? അവരെ സ്പിൻ എത്രയാണ്? ഹാഫാണ്. ഇന്നലെ പഠിച്ചു ഓർമ്മല്ലേ? അവിടെ സ്പിൻ എത്രയാണ്? ഹാഫ് എച്ച് ക്രോസ് ആണ് അല്ലേ. അതുകൊണ്ട് അവരാരാണ്? ഫെർമിയോൺസ് ആണ് അല്ലേ. ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണൊക്കെ എന്താണ്? ഫെർമിയോൺസ് ആണ്. എന്താണ് ഈ ഫെർമിയോൺസിൻ്റെ പ്രത്യേകത? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവർ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. എന്താണ്? ഫെർമിയോൺസ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. എന്താണ് ആ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് +2-നൊക്കെ. നോ 2 പാർട്ടിക്കിൾസ് ക്യാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. 2 പാർട്ടിക്കിളിന് ഒരിക്കലും എല്ലാ ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവാൻ പാടില്ല അല്ലേ. നോ 2 പാർട്ടിക്കിൾസ് ക്യാൻ ഹാവ് ആൾ ദ സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളതാണ് ഫെർമി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? നിങ്ങൾ എനർജി ലെവൽസ് പഠിച്ചിട്ടില്ലേ അല്ലേ? നിങ്ങൾ എനർജി ലെവൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോർ മോഡൽ എടുത്തു കഴിഞ്ഞാൽ KLM എന്ന് പറഞ്ഞിട്ട് ഷെല്ലുകളുണ്ട്. അതിനകത്ത് തന്നെ സബ് ഷെല്ലുകളുണ്ട്, SPDF എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇവർക്കും എന്തുണ്ട്? എനർജി ലെവൽസ് ഉണ്ട്. ആർക്ക്? ഈ ന്യൂക്ലിയോൺസിന് എന്തുണ്ട്? എനർജി ലെവൽസ് ഉണ്ട്. ഇതിനകത്ത് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ലെവലിനകത്ത് ഒരു അപ്പ് സ്പിന്നുള്ള പ്രോട്ടോണിനും ഒരു ഡൗൺ സ്പിന്നുള്ള പ്രോട്ടോണിനെ നിൽക്കാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു പ്രോട്ടോൺ വന്നാൽ അയാൾ മുകളിൽ പോവും. മനസ്സിലായോ? നാലാമതൊരു പ്രോട്ടോൺ വന്നാൽ അയാൾ ഡൗൺ സ്പിൻ അടിച്ച് എങ്ങനെ വെക്കും. ഇനി വേറൊരു പ്രോട്ടോൺ വന്നാൽ ഇങ്ങോട്ടേ പോവുള്ളൂ, അല്ലാതെ ഇവിടെ നിറയില്ല അല്ലേ. അതുപോലെ ന്യൂട്രോൺ എങ്ങനെയാണ്? ഒരു അപ്പ് സ്പിന്നുള്ള ന്യൂട്രോണും ഒരു ഡൗൺ സ്പിന്നുള്ള ന്യൂട്രോണും ഇവിടെ നിൽക്കും. മൂന്നാമതൊരു ന്യൂട്രോൺ വന്നാൽ അയാൾ അടുത്ത ലെവലിലേക്ക് പോകും അല്ലേ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? അവർ ഫില്ലാവുക അല്ലേ. അപ്പോൾ ഞാൻ പ്രോട്ടോണിനെ ന്യൂട്രോണും വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പ്രോട്ടോണിനെ ഇങ്ങനെ പ്ലെയിനായിട്ട് വരച്ചു, ന്യൂട്രോണിന് ഞാൻ നടുവിലൊരു വട്ടമിട്ട് കൊടുത്തു. അപ്പോൾ ഈ റിങ്ങിട്ടൊക്കെ എന്താണ്? ന്യൂട്രോൺസ് ആണ്. ഇനിയൊരു ന്യൂട്രോൺ വന്നാൽ എവിടെ പോവുക? ഇവിടെ പോവും. ഇനിയൊരു പ്രോട്ടോൺ വന്നാലോ? ഇവിടെ പോവും. ഇനിയൊരു പ്രോട്ടോൺ വന്നാൽ ഇവിടെ പോവും. ഇനിയൊരു ന്യൂട്രോൺ വന്നാൽ ഇവിടെ പോവും അല്ലേ. ഇങ്ങനെ പോവും. ഇങ്ങനെയാണ് ഫില്ലാവുക.
അല്ലാതെ ഒരു ലെവലിൽ 2ൽ കൂടുതൽ പ്രോട്ടോണിനോ ന്യൂട്രോണോ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുള്ളൂ അല്ലേ? അങ്ങനെ ഇത് ഏതുപോലെയാണ്? നമ്മുടെ ആറ്റോമിക് എനർജി ലെവൽസ് പോലെയാണ് അല്ലേ? ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇനി കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, അങ്ങനെ പോകും. കെ ഷെല്ലിൽ എത്ര ആളെ കൊള്ളും? 2 ഇലക്ട്രോണിനെ കൊള്ളും. എൽ ഷെല്ലിലോ 8 ഇലക്ട്രോണിനെ കൊള്ളും അല്ലേ? 8 ഇലക്ട്രോണിനെ കൊള്ളും. ഇവിടെ ആണെച്ചാലോ പിന്നെ 2, 8, 18 അങ്ങനെയൊക്കെ പോകും അല്ലേ? അപ്പോൾ അതിനകത്ത് നമ്മൾ നിയോണിനെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? നിയോൺ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? നിയോൺ 10 എത്രയാണ്? 20 ആണ് അല്ലേ? നിയോണിൻ്റെ കാര്യം എങ്ങനെയാണ്? ഇതിനകത്ത് 10 പ്രോട്ടോണും 10 ന്യൂട്രോണും ഉണ്ട്. ഇനി ഇതിനകത്ത് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഷെല്ല് 2 ഇലക്ട്രോണ്, രണ്ടാമത്തെ ഷെല്ല് 8 ഇലക്ട്രോണ് അല്ലേ? 8 ഇലക്ട്രോണ്. അപ്പോൾ അവരെന്താണ്? ഫുള്ളി ഫിൽഡാണ്. അതുകൊണ്ട് നിയോൺ എന്താണ്? ഭയങ്കര സ്റ്റേബിളാണ് അല്ലേ? ഇത് നമ്മൾ ആറ്റത്തിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ആർക്കും ബാധകമാണ്? നമ്മുടെ ഈ പറയപ്പെട്ട ന്യൂക്ലിയോൺസിനും ബാധകമാണ്. ഇവിടെ ഇവരുടെ ഷെല്ല് ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്? ഇതുപോലെ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തിട്ടാണ് ഫില്ലാവുക അല്ലേ? അങ്ങനെ ഫില്ലാവുമ്പോൾ ഇതുപോലെ ഒറ്റപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, അൺപെയ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുണ്ടോ ഈ ഒരു ഒറ്റ ആൾ കാരണമാണ് എനർജി മുകളിൽ പോയത്. എനർജി കൂടി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറഞ്ഞു എന്നർത്ഥം. എനർജി കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയും. അത് പൈസ പോലെയാണ്. നമ്മുടെ അടുത്ത് കുറേ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അടങ്ങിക്കൂല, വലിയ പോയിട്ട് ചിലവാക്കും. പൈസ ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങി നിന്നിട്ട് വേറെ പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനർജി കൂടിയാൽ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ ഈ ഒരു അൺപെയ്ഡ് പ്രോട്ടോൺ കാരണമാണ് ഇവിടെ ഈ ഒരു ലെവലിലേക്ക് വന്നത്. ഇയാളില്ലെങ്കിൽ എനർജി ലെവൽ എവിടെ ആയിരുന്നു? ഇവിടെ ആയിരുന്നു. അപ്പോൾ അയാളുടെ എനർജി കുറവ്, സ്റ്റെബിലിറ്റി കൂടുതൽ അല്ലേ? ഇത് ആർക്ക് ബാധകമാണ്? ഈ ഒരു കാര്യവും സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? അങ്ങനെ ഓക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ബോറോൺ 512 ബോറോണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. അതുപോലെ കാർബൺ 612 ഇതിൽ ആരാണ് സ്റ്റേബിൾ എന്നൊരു ചോദ്യം വന്നേക്കാം അല്ലേ? ഔട്ട് ഓഫ് ദ ഗിവൺ എലമെൻറ്റ്സ് വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? ബോറോൺ 512ഉം കാർബൺ 612ഉം ഇതിൽ ആരാണ് കൂടുതൽ സ്റ്റേബിൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബോറോൺ വരക്കാം അല്ലേ? ആരാണ്? ബോറോൺ അല്ലേ? ഇതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്? 5 പ്രോട്ടോൺ. അപ്പോൾ എങ്ങനെ ഫില്ലാവുക? 1 പ്രോട്ടോൺ, 2 പ്രോട്ടോൺ, മൂന്നാമത്തെ ആൾ ഇങ്ങോട്ട് പോവും, 3 പ്രോട്ടോൺ, 4 പ്രോട്ടോൺ, 5 പ്രോട്ടോൺ അല്ലേ? എന്നാൽ ഇതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം നോക്കിയാൽ 12 - 5 എത്രയാണ്? 7 ആണ് അല്ലേ? അപ്പോൾ 2 ന്യൂട്രോൺ അല്ലേ? 4, 6, ഒരു ലെവലും കൂടി വരും 7 അല്ലേ? ഇതാണ് ബോറോണിൻ്റെ എനർജി ലെവൽ ഡയഗ്രം എന്ന് പറഞ്ഞാൽ അല്ലേ? അതേസമയം കാർബൺ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാർബൺ എങ്ങനെ വരിക? കാർബണിനകത്ത് 6 പ്രോട്ടോൺ, 2, 4, 6. എത്ര ന്യൂട്രോൺ ഉണ്ട്? 6. 2, 4, 6 അല്ലേ? ഇനി ഇത് നോക്കി കഴിഞ്ഞാൽ ഇത് എനർജി ലെവൽസൊക്കെ ഇത് 1, 2, 3, 4 ലെവലായി. അപ്പോൾ ഇത് ഉയർന്ന എനർജി ലെവലായി. അതുകൊണ്ട് ബോറോണിൻ്റെ എനർജി കൂടി. കാർബൺ നോക്കി 1, 2, 3 ലെവലേ ഉള്ളൂ. അതുകൊണ്ട് അയാൾക്ക് എനർജി കുറഞ്ഞു. അതുകൊണ്ട് ഇവിടെ കാർബൺ 612 എന്താണ്? സ്റ്റേബിളാണ്. ബോറോൺ 512 എന്താണ്? അൺസ്റ്റേബിളാണ് അല്ലേ? അപ്പോൾ ഈ കൂട്ടത്തിൽ ആരാ കൂടുതൽ സ്റ്റേബിൾ? ഇയാളാണ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ? അത് ഇനി വേറെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എങ്ങനെയാണ് ഒരു ലെവലിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും അല്ലേ ഫില്ലാവുക? അപ്പോൾ ഈവൻ നമ്പർ ആണെച്ചാൽ എന്താണ്? അവർ പെയ്ഡായിട്ട് ഇങ്ങനെ ഫില്ലായി പോവും അല്ലേ? ഈവൻ നമ്പർ ആണെച്ചാൽ പെയ്ഡായിട്ട് ഇങ്ങനെ ഫില്ലായി പോവും. അതുകൊണ്ട് തന്നെ ഈ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെ എണ്ണത്തിനെ നമുക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും അല്ലേ? അതുപോലെ എന്ത് വരാം? ഈവൻ ഓഡ് വരാം അല്ലേ? അതുപോലെ ഓഡ് ഈവൻ വരാം അല്ലേ? പിന്നെയോ ഓഡും വരാം അല്ലേ? അപ്പോൾ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിലുള്ള അല്ലെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ് ഉണ്ടല്ലോ, ഈ കർവുമ്പോൾ നിൽക്കുന്ന ആളുകളൊക്കെ എന്തായിരിക്കും? സ്റ്റേബിളായിരിക്കും. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ അവർ അൺസ്റ്റേബിൾ ആയിരിക്കും. ഇതിനാണ് സ്റ്റെബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് അതിന് സ്റ്റേബിൾ ആയിട്ടുള്ള എല്ലാ എലിമെൻസിനും എടുക്കുക. എന്നിട്ട് അതിലെ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം ഇങ്ങനെ എണ്ണി നോക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഈവൻ ഓഡ് ഈവൻ ഓഡ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുക. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഏറ്റവും കുറവ് ഏതാണ്? ഓഡാണ്. ഓഡ് വന്നാൽ അവർ സ്റ്റേബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താണ്? എനർജി ലെവൽ കൂടുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക.
ഇതിനകത്ത് പീരിയോഡിക് ടേബിളിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻസിനെ മാത്രം എടുത്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അതിനകത്ത് ഈവനായിരിക്കും ഏറ്റവും കൂടുതൽ, പിന്നെ ഈവനോട് അല്ലെങ്കിൽ ഓഡ് ഈവൻ, പിന്നെ ഓഡിൽ ആകെ 5 എലമെൻസ് ഉള്ളൂ. ഓക്കെ, ഓഡ് ന്യൂക്ലിയയിൽ ആകെ 5 എലമെൻസേ ഉള്ളൂ. ആരൊക്കെയാണത്? ഹീലിയം അല്ലേ, സോറി ഹൈഡ്രജൻ 1 2, ഡ്യൂട്ടീരിയം എന്ന് പറയുന്ന ആൾ, പിന്നെ ആരാണ്? ലിഥിയം 36, പിന്നെ വരുന്നത് ബെറീലിയം 5 10, ചിലപ്പോൾ ചോദിച്ചാലോ, നൈട്രജൻ 7 14, പിന്നെ ഒരു TA എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് 73 180. ഇതൊക്കെ ഇവർ മാത്രമേ എന്തുള്ളൂ ഓഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതിൽ വരുന്ന ആകെ 5 സ്റ്റേബിൾ എലമെൻസുകളിലും അവരാണ് ഇവർ. കണ്ടോ, ഇപ്പോൾ ഇതിൽ 1 പ്രോട്ടോൺ 2 - 1 1 ന്യൂട്രോൺ, 3 പ്രോട്ടോൺ 3 ന്യൂട്രോൺ, 5 പ്രോട്ടോൺ 5 ന്യൂട്രോൺ, 7 പ്രോട്ടോൺ 7 ന്യൂട്രോൺ, 73, പിന്നെ ഇന്ന് 150 കുറച്ചാൽ മതി. അത്രയും. ഇപ്പോൾ ഇവർ മാത്രമേ എന്തുള്ളൂ സ്റ്റേബിളായിട്ടുള്ള ഓഡ് കോമ്പിനേഷൻസ് ഓഫ് ന്യൂക്ലിയോൺസ് ഉള്ളൂ. എന്നാൽ ഈവനാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ വേറെ എന്തുണ്ട്? ഈവൻ ഓടും ഉണ്ട്, ഓഡ് ഈവനും ഉണ്ട്. അങ്ങനെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായല്ലോ. സ്റ്റെബിലിറ്റി കർവ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത്രയാണ് ഇന്നത്തേക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് ബൈൻഡിങ് എനർജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ബൈൻഡിങ് എനർജി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.